ഹലോ ഹായ് നമസ്കാരം. ഇത് കിളിഞ്ഞാവൽ. പറയണത്ര ടേസ്റ്റൊന്നുമില്ല കേട്ടോ. മധുരം ഇല്ല, ഒരു ചവർപ്പാണ്. ഏതാണ്ട് ഞാവലിൻ്റെയൊക്കെ ചൊവ വരും, പക്ഷെ ഞാവലിൻ്റെ ചെറിയ മധുരമുണ്ട്, ഇതിനതില്ല. വലിയ കുരു, ചെറിയ ഫ്ലഷ്, കുരുമുളകിൻ്റെ അത്രയുള്ള കുരുവാണ് അതിനകത്തുള്ളത്. ഭയങ്കര വിലയൊക്കെ ഉണ്ട് തൈക്ക്. എനിക്കിത് അത്ര സുഖമായിട്ടൊന്നും തോന്നുന്നില്ല. അതിൻ്റെ പഴമുണ്ടോ, പഴുത്ത് കഴിഞ്ഞാൽ നല്ല കറുപ്പാവും, നോക്കാത്തത് വെള്ളയായിരിക്കും, അത് കഴിഞ്ഞാൽ പിന്നെ റോസ് കളറിലേക്ക് വരും. കുത്തി കാച്ചി വയ്ക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്, പക്ഷെ ഇതൊന്നിച്ച് പഴുക്കുന്നില്ല. കിളി കഴിക്കുമെന്നൊക്കെ പറയുന്നു, പക്ഷെ കിളി വന്ന് ഇത് കഴിച്ചതായിട്ട് ഞാൻ ഇതുവരെ കണ്ടില്ല. ചട്ടിയിൽ വളർത്താം. കുരുമുളകിനൊക്കെ കുറച്ച് വലിപ്പമുള്ളൂ ഇതിന്. ഇതിന് വളത്തിൻ്റെ പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ കുരു ശരിക്കും ഒരു കുരുമുളകിൻ്റെ അത്രയുണ്ട്. സീഡ് കായ നട്ടാൽ മുളയ്ക്കും. പണ്ടൊക്കെ ഈ കാട്ടിക്കൂടെയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല. ഇതാണ് ഇതിൻ്റെ കുരു കണ്ട്. ഫ്ലഷ് എന്ന് പറയാനൊന്നുമില്ല, ഭയങ്കര ഒരു ചവർപ്പും. വേറെ ചുവകളൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. ഇഷ്ടംപോലെ ഉണ്ടാവും കേട്ടോ. നല്ല വെയിലുള്ള സ്ഥലത്തൊക്കെയാണ് ഇഷ്ടംപോലെ ഉണ്ടാവും. എനിക്കിത് വെയിൽ കുറവുണ്ട്, അപ്പോൾ അതിൻ്റെ പ്രശ്നം കാണിക്കുന്നുണ്ട്. പിന്നെ ഇത് പഴുക്കാൻ നല്ല സമയം എടുക്കും. കായുണ്ടായി പൂത്ത് കായുണ്ടായി വന്ന് പഴുക്കാൻ അത്യാവശ്യം സമയം എടുക്കുന്നുണ്ട്. ചെറിയ പ്ലാന്റ് കേട്ടോ, അതങ്ങനെ വലുതായിട്ട് പോകണ ഇതൊന്നുമില്ല. ചെറിയൊരു കുറ്റിച്ചെടി പോലെ നിൽക്കും, വലിയ പ്ലാന്റ് അല്ല. അങ്ങനെ ആരോടത് വയ്ക്കാനൊന്നും പറയില്ല. സ്ഥലം മെനക്കെടുത്താൽ നമുക്കൊന്നും ആവശ്യമുള്ളൊരു പഴമല്ല. ഓൺലൈനിൽ ഇതിൻ്റെ തൈക്ക് നല്ല വിലയുണ്ട് കേട്ടോ. ഹലോ ഹായ് നമസ്കാരം. ഞൊട്ടാഞ്ഞൊടിയൻ. ഇതിഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ, ഒരു പരിചരണവും വേണ്ട, നന്നായിട്ടുണ്ടാവും. ഇതിൻ്റെ തൈയല്ല, ഇതിൻ്റെ കായ വേണമെങ്കിൽ ഞാൻ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തരാം കേട്ടോ. ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ കൊറിയർ ചാർജ് തന്നാൽ ഞാൻ തരാം കേട്ടോ. ഇഷ്ടം പോലെ ഉണ്ടാവും, പരിചരണമൊന്നും വേണ്ട. പഴുത്ത ഞാൻ നല്ലൊരു മധുരത്തോടു കൂടിയുള്ള പുളിയാണ്. ഇത് പഴുത്ത കായാണ്. പഴുത്ത കായ ഇങ്ങനെ ഇരിക്കും. ഇത് ആവശ്യമുണ്ടെങ്കിൽ, എൻ്റെ തൈ ആവശ്യമുണ്ടെങ്കിൽ തരാം. തൈയല്ല, കായ. തൈ കഴിച്ചാൽ വാടിപ്പോവും, കായ തരാം. ആവശ്യമുള്ളവർ എനിക്ക് കമൻറ്റ് ചെയ്യുക. ഇത് കുറേ ചെടിയുണ്ട് കേട്ടോ, തന്നെ മുളച്ചുണ്ടായതാണ്. അതാണ് ഞാനിത് കാശ് കൊടുത്ത് വാങ്ങിയതൊന്നുമല്ല. ഇത് പഴം കണ്ടോ, നല്ല പഴുത്ത പഴം എങ്ങനെയായിരിക്കും. നല്ലൊരു മധുരം, ഒരു പുളിയോട് കൂടിയാട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിൻ്റെ വിത്ത് സംരക്ഷിക്കാനും സുഖമാണ്. ഇതിൻ്റെ ഒരു കായ പറിച്ച് എവിടെയെങ്കിലും ഇട്ടിരുന്നാൽ അവിടെ കിടന്ന് മുളച്ച് പഴമായി മാറും. നല്ല കുഞ്ഞ് തൈ ഉണ്ടാവും.
ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ. ഇതിനകത്ത് ഒരെണ്ണം മതി, കുറേ തൈകളുണ്ട്. 10-25 തൈക്ക് മുകളിൽ കിട്ടും. മാങ്ങ ഉണ്ടായിട്ട് ഇതിങ്ങനെ കീറിപ്പോണം. എന്തായിരിക്കും ഇങ്ങനെ കീറാനുള്ള കാരണം? പിന്നെ എന്തെങ്കിലും മരുന്നുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇതിങ്ങനെ പൊട്ടി വിണ്ട് കീറി പോവുക. ശരിക്കും നന്നായി നല്ല ഒരു കൊള്ളാവുന്ന മാങ്ങ കേട്ടോ. അത് വാസ്ത്രയാണ്. ഈ പ്ലാന്റിൽ എന്നുണ്ടായാലും ഇത് ഇങ്ങനെ വേണ്ട കാണിക്കുന്നു. എന്നിട്ട് ഒരു 5-6 ഇതിൽ നിന്ന് കിട്ടുള്ളൂ. വേറൊരു പ്ലാന്റ് ഉണ്ട്, അതിൽ നന്നായിട്ട് നമുക്ക് കിട്ടും. വെള്ളിരിക്ക തന്നെ മുളച്ചുണ്ടായതാട്ടോ. ഏതാണ്ട് മൂത്തണ്ട് പറിക്കാറായി. ഒരു 3/4 കിലോളം ഉണ്ട്. ഈ ഡ്രമ്മിലുണ്ടായത്, മാവിൻ്റെ വീട്ടിൽ ഡ്രമ്മിലാണ് ഉണ്ടായത്. പറിക്കാറായി. ഒരുപാട് പടർന്നിട്ടൊന്നുമില്ല, ഇത്രേ ഉള്ളൂ. തീർന്നു. 2 മീറ്റർ പടർന്നു. ഒരു കായ ഉണ്ടായി, ഒരെണ്ണം ഉണ്ടായുള്ളൂ. കെൽഡാൻ തിരിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കെൽഡാൻ എന്നാണ് പറഞ്ഞത്. എന്നാൽ അതിനകത്ത് തെറ്റിപ്പോയി എന്നൊക്കെ കുറേ കമൻറ്റ് കണ്ടു. തെറ്റിപ്പോയി ക്ഷമിക്കുക. ഇത് തിരിയിട്ടിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇത് തിരിയിട്ടിരുന്നു, പിടിച്ചില്ല. ഇപ്പോഴും ഇത് തിരിയിട്ടിട്ടുണ്ട്. പിടിക്കുമെന്ന് ഉറപ്പൊന്നുമില്ല. രണ്ടു കൊല്ലം കഴിയുമ്പോഴേക്കും ആവുമെന്നാണ് പറഞ്ഞത്. 2 കൊല്ലം ആവാറായി. ഇതുവരെ ആയിട്ടില്ല. ഇത് 3-4 തിരി ഉണ്ട് കണ്ടോ. ഇതാണ് ഇതിൻ്റെ പൂവ്. കെൽഡാൻ. ഞാവൽ പൂത്തു. പൂ കൊഴിഞ്ഞു പോണ മാതിരിയാണ് തോന്നുന്നത്. കുറേയൊക്കെ കൊഴിഞ്ഞു പോയി, ബാക്കിയുള്ളതുണ്ട്. വൈറ്റ് ഞാവലാണ്. കായ പിടിക്കുമെന്ന് ഉറപ്പൊന്നുമില്ല. ആദ്യമായിട്ടാണ് പൂക്കണത്. എൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് അതിന് മുമ്പ് പൂത്തിട്ടുണ്ട്. നന്നായിട്ട് പൂത്തുണ്ട്, പക്ഷെ എല്ലാം ചാടി പോവാം. മഴ പെയ്തിട്ടാണെന്ന് അറിയില്ല. ചാടി കിടക്കണേ കാണണം, ദൂരെ ചാടി കിടക്കണമെന്ന് മതി. വേറാപ്പിള് പഴുത്ത് പിടിങ്ങി, പറിക്കാറായിട്ടുണ്ട്. എന്തോരാവുമെന്നറിയാൻ വേണ്ടി വെച്ചാണ്.
കുറേ ഉണ്ടായി കേട്ടോ. ഞാൻ എല്ലാം കുറച്ച് കുറച്ച് പറിച്ചതാണ്. ഇനി ഇത് ഒരെണ്ണമുള്ളൂ. ഇത് എത്ര വലിപ്പമാകും എന്ന് അറിയാൻ വേണ്ടി നിർത്തിയതാണ്. പൂവുണ്ടോ? പൂവുണ്ട്, കായുണ്ട്, ചെറിയ കായകളുണ്ടാണ്. ഇതിൻ്റെ റെഡ് എന്ന് പറഞ്ഞ ഒന്ന് വേറെ ഉണ്ട്, അത് കാണിക്കാം. ഇതാണ് റെഡ്. റെഡൊന്നും ഇതുവരെ ആയിട്ടില്ല. ആവുന്നതിൽ പ്രതീക്ഷ ഒന്നും എനിക്കില്ല. ഇതിനു മുമ്പ് കായുണ്ടായിരുന്നു, റെഡായി കിട്ടിയില്ല. വെയിലിൻ്റെ പ്രശ്നങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ല. ഇപ്പം നല്ല മഞ്ഞ കളറാണ്. നിലവിൽ 3 പ്ലാന്റ് ഉണ്ട് കേട്ടോ. ഇതാണ് വേറെ പ്ലാന്റ്. എല്ലാം പൂത്തുണ്ട്. ഞൊട്ടാഞ്ഞൊടിൻ്റെ ഇതിൻ്റെ കായ പഴം എന്ന് പറയില്ല, നമുക്കിത് വിത്ത് സീഡ് ആവശ്യമുള്ളവർക്ക് അയച്ചു തരാം കേട്ടോ. കൊറിയർ ചാർജ് തന്നാൽ മതി, അയച്ചു തരാം. ഇഷ്ടം പോലെ ഉണ്ടാവും. പരിചരണമൊന്നും വേണ്ടാത്തൊരു പഴമാണ്. ഇതിൻ്റെ തൈയല്ല, ഇതിൻ്റെ സീഡ് വേണ്ടവർക്ക് ഞാൻ കുറച്ച് തരാം. ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തരാം. ഇഷ്ടംപോലെ പഴമുണ്ട്. കുറേ ഉണ്ട് കേട്ടോ. തന്നെ മുളച്ചു കഴിഞ്ഞാലാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തതൊന്നുമല്ല. ഞാനിത് പഴം പറിച്ച് കഴിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഒരു പഴം വേറെ ഒരു ഡ്രമ്മിലിടും, അത് അവിടുന്ന് മുളയ്ക്കും. അപ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ പോവും, അടുത്ത് അങ്ങനെ തന്നെ ചെയ്യും. അപ്പോൾ ഇതിങ്ങനെ റെഗുലറായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും. നല്ല ഔഷധ ഗുണമുള്ള പഴമെന്നൊക്കെ പറയണു. ഔഷധം എന്നൊന്നും എനിക്കറിയില്ല. അത്യാവശ്യം തിന്നാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു മധുരവും പുളിയോടുകൂടി നല്ല ടേസ്റ്റ് ഉണ്ട് അത് കഴിക്കാൻ. ഇതൊക്കെ നാളെ പഴുക്കും. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്.